for the best. ഹലോ, വെൽക്കം ബാക്ക് ടു ക്വസ്റ്റ് ഫോർ ദ ബസ്. ക്വസ്റ്റ് ഫോർ ദ ബസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഖില. ഇന്നത്തെ കഥ ഒരു സിംഹത്തെ കുറിച്ചാണ്. ക്രൂരനായ ഒരു സിംഹം. സിംഹം കാട്ടിലെ രാജാവായിരിക്കുമല്ലോ. ആ സിംഹത്തിന് ഭയങ്കര അഹങ്കാരമായിരുന്നു. തന്നെ തോപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളോടും ക്രൂരമായിട്ടായിരുന്നു ഇടപഴകിയിരുന്നത്. എല്ലാ മൃഗങ്ങളെ കണ്ണി കാണുന്ന എല്ലാത്തിനെയും തന്നെ കൊന്നൊടുക്കുമായിരുന്നു, എന്നിട്ട് കഴിക്കുമായിരുന്നു. അതായിരുന്നു സിംഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിനോദം തന്നെ. മൃഗങ്ങളൊക്കെ സിംഹത്തെ കൊണ്ട് പൊറുതി മുട്ടി, ഒരു രക്ഷയില്ലാന്നായി. അവസാനം മൃഗങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു. തീരുമാനം ഇതായിരുന്നു: ഓരോ ദിവസവും ഓരോ മൃഗം സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് എന്നെ കൊന്നോളൂന്ന് പറയുക, അതായത് സ്വയം ഇരയാവുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു മൃഗം മാത്രം ജീവൻ കൊടുത്താൽ മതിയല്ലോ, ഒരുപാട് മൃഗങ്ങൾ മരിക്കേണ്ടി വരില്ലല്ലോ. സഹികെട്ട എല്ലാ മൃഗങ്ങളും അതങ്ങ് സമ്മതിച്ചു. അവസാനം പിറ്റേ ദിവസം മുതൽ ഓരോരോ മൃഗങ്ങളായി സിംഹത്തിന്റെ മുന്നിൽ എത്താൻ തുടങ്ങി. അങ്ങനെ ബുദ്ധിമാനായ മുയലിന്റെ ദിവസം എത്തി. മുയലാളെ ബുദ്ധിമാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബുദ്ധിമാനായതുകൊണ്ട് തന്നെ അവൻ ഒരു ഉപായം കണ്ടെത്തി. അവൻ കുറച്ചു വൈകിയാണ് സിംഹത്തിന്റെ അടുത്തേക്ക് എത്തിയത്. സിംഹം ചോദിച്ചു: എല്ലാ ദിവസവും എല്ലാ മൃഗങ്ങളും നേരത്തെയാണല്ലോ വരാറ്, നിനക്കെന്താ ഇത്ര താമസം? ദേ, എന്നോട് അധികം കളിച്ചിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ഞാനങ്ങ് ആകുവേ. ഒരു ദിവസം ഒരാളെ കൊല്ലുക എന്നുള്ള പരിപാടിയൊക്കെ ഞാനങ്ങ് നിർത്തും. സിംഹം വല്ലാണ്ടങ്ങ് പേടിപ്പിച്ചു. പക്ഷെ മുയല് എളിമയോടെ പറഞ്ഞു: അയ്യോ രാജാവേ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങിയതാ. പക്ഷെ വരുന്ന വഴിക്ക് വേറൊരു സിംഹം. അവൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ രാജാവിന്റെ അടുത്ത് പോകണം, ഇന്ന് ഞാനാണ് ഭക്ഷണം. പക്ഷെ ആ സിംഹം വീണ്ടും വീണ്ടും ഉച്ചത്തിൽ എന്നോട് പറഞ്ഞു: നീ ഇന്ന് പോകുന്നില്ല. അയ്യോ, ഞാൻ പേടിച്ചു പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഓടി വന്നതാണ് രാജാവിന്റെ അടുത്തേക്ക്. സിംഹത്തിന് ആകെ ദേഷ്യം വന്നു. അതാരാ എന്റെ അടുത്തേക്ക് വരുവാന്ന് പറഞ്ഞിട്ട് നിന്നെ തടയാൻ മാത്രം ഇവിടെ ധൈര്യമുള്ള ആള്? അതെനിക്കൊന്ന് കാണണല്ലോ. എവിടെ അവന്റെ താമസം? അവനെ പോയി കണ്ട് രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഇന്ന് നിന്നെ ഞാൻ തിന്നുന്നുള്ളൂ. അങ്ങനെ സിംഹവും മുയലും കൂടി മറ്റേ സിംഹത്തെ അന്വേഷിച്ച് യാത്രയായി. അടുത്തുള്ള ഒരു പൊട്ടക്കിണറിന്റെ അടുത്ത് എത്തിയപ്പോൾ മുയല് പറഞ്ഞു: ഇവിടെയാ സിംഹത്തിന്റെ താമസം. നമ്മുടെ സിംഹം ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോ വേറൊരു സിംഹം നിൽക്കുന്നു. അത് തന്റെ പ്രതിബിംബമാണെന്ന് ആ മണ്ടനായ സിംഹത്തിന് മനസ്സിലായില്ല. ആരാടാ നീ? സിംഹം ഉച്ചത്തിൽ ചോദിച്ചു. അപ്പൊ കിണറ്റിനുള്ളിലെ സിംഹവും ആരാടാ നീ എന്ന് ചോദിക്കുന്നു. സിംഹം എന്തൊക്കെ പറയുന്നോ അതൊക്കെ തിരിച്ച് ആ സിംഹവും പറയുന്നു. ഉടനെ മുയല് സിംഹത്തോട് പറഞ്ഞു: രാജാവേ, അങ്ങ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ അങ്ങോട്ട് ചെന്ന് അവനോട് യുദ്ധം ചെയ്തിട്ട് തന്നെ കാര്യം. രാജാവ് തിരിച്ചു വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. സിംഹം കേട്ട പാതി കേൾക്കാത്ത പാതി വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടി. വെള്ളത്തിൽ കടന്ന് വെള്ളം കുടിച്ച് മുങ്ങി ചത്തുപോയി. അങ്ങനെ ആ സിംഹത്തിന്റെ ശല്യം ആ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും തീർന്നു. ബുദ്ധിമാനായ നമ്മുടെ കുഞ്ഞു മുയലിനെ ആ കാട്ടിലെ രാജാവായി എല്ലാ മൃഗങ്ങളൂടെ തീരുമാനിച്ചു. കഥ കേട്ടില്ലേ? ഈ കുഞ്ഞു മുയല് വേണ്ടി വന്നു ആ കാടിനെ മുഴുവൻ രക്ഷിക്കാൻ. അതുപോലെയാണ് ചിലപ്പോൾ നമ്മളൊക്കെ, നമ്മളിൽ പലരുമായിരിക്കും പലരുടെയും രക്ഷകരായി മാറുക. കൊറോണ എന്ന മഹാമാരിയെ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടാൻ കൂട്ടു നിൽക്കുക എന്നുള്ളത് എന്റെയോ നിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്കാണ് കേരള വിഷന്റെ ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാം. ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റിന്റെ ഭാഗമാകാൻ, ഇതിൽ പങ്കാളിയാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ കഴിവുകൾ എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അത് ഞങ്ങളെ കൂടി അറിയിക്കൂ. അതിനായി താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോ നിങ്ങളുടെ കഴിവ് എന്തിലാണെന്നാണോ നിങ്ങളുടെ സംശയം? ഏത് കാര്യമാണോ ഏറ്റവും നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അതിലാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക മാത്രം ചെയ്താൽ മതി. ഇത് കഴിവുകൾ മാറ്റിരിക്കുന്ന ഒരു വേദിയായി മാത്രം കണക്കാക്കാതെ സമൂഹ നന്മയ്ക്കായും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമായും കണക്കാക്കൂ. ഞങ്ങളുടെ കൂടെ നിൽക്കൂ. ഇത് നിങ്ങളുടെ കൂടെ ഷോ ആണ്. Cures for the best.